വെൽക്കം ടു സുനുസ് ബയോസ് വീഡിയോ. ഈ വീഡിയോയിൽ 2019 സുവോളജി ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നടത്തുന്നത്. ബയോളജി ആകെ മാർക്ക് 60-ലാണ്. സമയം 2 മണിക്കൂറാണ്. ഇതിൽ സുവോളജി 1 മണിക്കൂറും ബോട്ടണി 1 മണിക്കൂറുമാണ് എക്സാം. സുവോളജിയുടെ ടോട്ടൽ മാർക്ക് 30 ആണ്. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം. 1 മുതൽ 3 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതമാണ് ലഭിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അസ്ഥി മത്സ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തരുണാസ്ഥി മത്സ്യങ്ങൾ മുങ്ങിപ്പോകുന്നത് തടയുന്നതിന് സ്ഥിരമായി നീന്തുന്നു. എന്തുകൊണ്ടെന്നാൽ: എ. പ്രസൻസ് ഓഫ് ഫാരിംഗൽ ഗിൽ സ്ലിറ്റ്സ്, ബി. presence of air bladder, C. absence of pharyngeal gill slits, D. absence of air bladder. ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിലെ ക്ലാസ് കോൺട്രക്തിസ് അല്ലെങ്കിൽ കാർട്ടിലാജിനസ് ഫിഷസ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ദ ആൻസർ ഈസ് ഡി, ആബ്സെൻസ് ഓഫ് എയർ ബ്ലാഡർ, ബിക്കോസ് എയർ ബ്ലാഡർ റെഗുലേറ്റ് ബോയൻസി ഫോർ ഹെൽപ്പിംഗ് ഇൻ ഫ്ലോട്ടിംഗ്. Here, air bladder is absent, so fishes have to swim continuously, especially shark, to avoid sinking to the bottom. ശരീരത്തിനുള്ളിൽ വായു അറ ഇല്ലാത്തതിനാൽ മുങ്ങിപ്പോകാതിരിക്കാൻ ഇത്തരം മത്സ്യങ്ങൾ നിരന്തരം നീന്തിക്കൊണ്ടിരിക്കും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഡാഷ് ഒരു ടാക്സോണമിക്കൽ ഉപാധിയും വിപരീത സ്വഭാവങ്ങൾ ജോഡികളായി കാണുന്ന കപ്ലറ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ളതുമാണ്. നമുക്കത് ഫില്ല് ചെയ്യണം. ദ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിലെ ടാക്സോണമിക്കൽ എയ്ഡ്സ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ടാക്സോണമി കീ എന്നതാണ്. ടാക്സോണമി കീസ് ആർ ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ദ ക്യാരക്ടേഴ്സ് ആർ ഇൻ എ പെയർ കോൾഡ് കപ്ലറ്റ്. കപ്ലറ്റ് എന്നറിയപ്പെടുന്ന ഒരു ജോഡി വൈരുദ്ധ്യ സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കീ. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾ റെസ്പിറേഷൻ ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ്? എ. സെറിബ്രം, ബി. സെറിബെല്ലം, സി. മെഡുല്ല ഒബ്ലോങ്ങേറ്റ, ഡി. ഹൈപ്പോതലാമസ്. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിലെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന ടോപ്പിക്കിൽ സബ് ടോപ്പിക് ഹൈൻഡ് ബ്രെയിനിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം സി, മെഡുല്ല എന്നതാണ്. ഹൈൻഡ് ബ്രെയിൻ ഹാസ് 3 പാർട്സ്: പോൺസ് വരോളി, സെറിബെല്ലം ആൻഡ് മെഡുല്ല ഒബ്ലോങ്ങേറ്റ. മെഡുല്ല ഒബ്ലോങ്ങേറ്റ കണ്ടെയ്ൻസ് സെൻറ്റേഴ്സ് വിച്ച് കൺട്രോൾ റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ റിഫ്ലക്സസ് ആൻഡ് ഗ്യാസ്ട്രിക് സെക്രീഷൻസ്. ശ്വസനം, ഹൃദയത്തിൽ നിന്നുള്ള റിഫ്ലക്സുകൾ, ആമാശയ രസങ്ങളുടെ സ്രവണം എന്നിവ നിയന്ത്രിക്കുന്ന കേന്ദ്രങ്ങൾ മെഡുല്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 1 മാർക്കിൻ്റെ ചോദ്യം കഴിഞ്ഞിരിക്കുന്നു. ഇനി 4 മുതൽ 14 വരെയുള്ള ഏതെങ്കിലും 9 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 2 സ്കോർ വീതം. 4ാമത്തെ ചോദ്യം ഇതാ: മനുഷ്യൻ്റെ പേശി സങ്കോചന പ്രവർത്തനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ തെറ്റായ ക്രമത്തിൽ താഴെ തന്നിരിക്കുന്നു. അവയെ ശരിയായ വിധത്തിൽ ക്രമീകരിക്കുക. എ. റിമൂവ് ദ മാസ്ക് ഓഫ് ആക്റ്റീവ് സൈറ്റ്സ് ഫോർ ബൈൻഡിങ് മയോസിൻ. ബി. എ സിഗ്നൽ സെൻഡ് ഔട്ട് ബൈ CNS. C. Binding of calcium ions with troponin. D. Release of a neurotransmitter substance. E. Release of calcium ions into the sarcoplasm. ഇത് കറക്റ്റ് ഓർഡറിൽ എടുത്തെഴുതിയാൽ 2 മാർക്ക് ലഭിക്കും. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ ദ മെക്കാനിസം ഓഫ് മസിൽ കൺട്രാക്ഷൻ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഈ ചോദ്യത്തിൽ ഓരോ ഘട്ടവും ശരിയായ രീതിയിൽ എടുത്തെഴുതുമ്പോൾ അതിൻ്റെ കൂടെ ABCDE എന്ന ആൽഫബറ്റ്സ് കൂടി എഴുതേണ്ടതുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം BDECA എന്നീ ക്രമത്തിലാണ് വരുന്നത്. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കാം. ആദ്യത്തേത് ബി, എ സിഗ്നൽ സെൻഡ് ഔട്ട് ബൈ സെൻട്രൽ നെർവസ് സിസ്റ്റം. രണ്ടാമത്തേത് ഡി, റിലീസ് ഓഫ് എ ന്യൂറോ ട്രാൻസ്മിറ്റർ സബ്സ്റ്റൻസ്. മൂന്നാമത്തേത് ഇ, റിലീസ് ഓഫ് കാൽസ്യം അയോൺസ് ഇൻ ടു ദ സാർക്കോപ്ലാസം. നാലാമത്തേത് സി, ബൈൻഡിങ് ഓഫ് കാൽസ്യം അയോൺസ് വിത്ത് ട്രോപ്പോണിൻ. അഞ്ചാമത്തേത് എ,
remove the mask of active sites for binding myosin. Now you will get 2 marks. അടുത്തത് അഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. മനുഷ്യൻ്റെ അന്നപഥത്തിൻ്റെ കുറുകെയുള്ള ഛേദത്തിൻ്റെ രേഖാചിത്രം നിരീക്ഷിക്കുക. എ ബി സി ഡി ഏതെന്ന് അടയാളപ്പെടുത്തുക. ബി വിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് മ്യൂക്കോസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കാണുന്ന 2 ഘടനാ രൂപമാറ്റങ്ങൾ എഴുതുക. ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന പാഠത്തിലെ ഹിസ്റ്റോളജി ഓഫ് ഹ്യൂമൻ അലിമെൻ്ററി കനാൽ എന്ന ടോപ്പിക്കിലാണ് ഈ ഡയഗ്രാം തന്നിട്ടുള്ളത്. ഇനി ഉത്തരത്തിലേക്ക് കടക്കാം. എ സീറോസ, ബി മസ്കുലാരിസ്, സി സബ്മ്യൂക്കോസ, ഡി മ്യൂക്കോസ. എ സ്തരപാളി, ബി പേശിപാളി, സി അധശ്ലേഷ്മപാളി, ഡി ശ്ലേഷ്മപാളി. ബി പാർട്ട് നോക്കാം. മ്യൂക്കോസയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കാണുന്ന 2 ഘടനാരൂപമാറ്റങ്ങൾ എഴുതുക. ഇതിൽ റൂഗെ, വില്ലൈ, ഗോബ്ലെറ്റ് സെൽസ്, ഗ്യാസ്ട്രിക് ഗ്ലാൻസ്, ക്രിപ്സ് ഓഫ് ലിബർക്വിൻ ഇങ്ങനെ 5 ഘടനാമാറ്റങ്ങളാണ് മ്യൂക്കോസ ലെയറിലുള്ളത്. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതിയാകും. റൂഗെ ആൻഡ് വില്ലൈ. ഇഫ് യു റൈറ്റ് ദീസ് 2 you will get 1 mark. When stomach is empty, mucosa forms regular folds called rugae. ആമാശയ ഭാഗത്ത് ശ്ലേഷ്മപാളിയിൽ ക്രമരഹിതമായി കാണുന്ന മടക്കുകളാണ് rugae. Microscopic finger-like projections found in the mucosa of a small intestine is called villi. Villi consist of blood capillaries and large lymph vessel called lacteal. ചെറുകുടലിൻ്റെ ശ്ലേഷ്മപാളിയിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളാണ് വില്ലസുകൾ. വില്ലസിൽ ധാരാളം രക്തലോമികകളും ലാക്റ്റിയൽ എന്ന ഒരു വലിയ ലസികാ നാളിയും കാണപ്പെടുന്നു. ഇതെല്ലാം ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതിനാൽ വളരെ എളുപ്പമാണ്. Now you are scored 2 marks for the 5th question. ഇനി നമുക്ക് 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. List the major factors affecting the dissociation of oxygen from oxyhemoglobin in the tissues. കലകളിൽ ഓക്സിഹീമോഗ്ലോബിനിൽ നിന്ന് ഓക്സിജനെ വിട്ടു നൽകാൻ ആവശ്യമായ 4 ഘടകങ്ങൾ എഴുതുക. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്ററിലെ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് എന്ന ടോപ്പിക്കിൽ നിന്ന് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ എന്ന സബ് ടോപ്പിക്കിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഓക്സിജനെയും വഹിച്ചുകൊണ്ട് ടിഷ്യൂസിലെത്തുമ്പോൾ അവിടെ ടിഷ്യൂസിന് ആവശ്യമായ ഓക്സിജൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഹീമോഗ്ലോബിനുമായി വിഘടിക്കേണ്ടത് ആവശ്യമാണ്. ആ വിഘടനം നടക്കണമെങ്കിൽ അവിടെ ചില സാഹചര്യങ്ങൾ അത്യാവശ്യമാണ്. അവ ലോ PO2 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ഹൈ PCO2 ഹൈ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഹൈ H+ അയോൺ കോൺസെൻട്രേഷൻ ആൻഡ് ഹയർ ടെമ്പറേച്ചർ. ഇനി 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 2 സബ് ഡിവിഷൻസ് ആണ്. എ താഴെ തന്നിരിക്കുന്ന പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ കല ഏതെന്ന് തിരിച്ചറിയുക. ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ആൻഡ് ഇൻവോളണ്ടറി ഇനാക്ഷൻ. ബി ഇൻ്റർകലേറ്റഡ് ഡിസ്കിൻ്റെ ധർമ്മം എന്ത്? സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിലെ ടിഷ്യൂസ് എന്ന ടോപ്പിക്കിൽ സബ് ടോപ്പിക്ക് കാർഡിയാക് മസിൽ ടിഷ്യൂസിൽ വരുന്നതാണ്. അതിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഈ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻവോളണ്ടറി ആക്ഷനായിട്ട് 2 മസിൽ നമുക്ക് പഠിക്കാനുണ്ട്, സ്മൂത്ത് മസിലും കാർഡിയാക് മസിലും. എന്നാൽ ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്ന ക്യാരക്ടർ വരുന്നത് കാർഡിയാക് മസിലിൽ മാത്രമാണ്. അതുകൊണ്ട് എയുടെ ഉത്തരം കാർഡിയാക് മസിൽ എന്നാണ്. കാർഡിയാക് സെല്ലിൽ കാണുന്ന ഇൻ്റർകലേറ്റഡ് ഡിസ്കിനെ കമ്മ്യൂണിക്കേഷൻ ജംഗ്ഷൻ എന്നും പറയുന്നു. വെൻ വൺ സെൽ റിസീവ്സ് സിഗ്നൽ ടു കൺട്രാക്ട്, ഇറ്റ് പാസസ് ദിസ് സിഗ്നൽ ടു നൈബറിംഗ് സെൽസ് ഓൾസോ ആൻഡ് കൺട്രാക്ട്സ് ടുഗദർ. 8ാമത്തെ ചോദ്യം വായിക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് എഴുതുക. തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. എ ADH prevents diuresis. B. ANF causes the increase of blood pressure. C. Angiotensin 1 activate adrenal cortex to release aldosterone. D. Aldosterone causes the reabsorption of Na+ and water from the distal part of renal tubule.
എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന ചാപ്റ്ററിലെ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ എന്ന ടോപ്പിക്കിൽ കൺട്രോൾ ബൈ JGA എന്ന സബ് ടോപ്പിക്കിലാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത്. ഇതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. ADH പ്രിവെൻറ്റ്സ് ഡയൂറസിസ്. ആൻറ്റി ഡയൂററ്റിക് ഹോർമോണാണ് ADH. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് B, ANF കോസസ് ദ ഇൻക്രീസ് ഓഫ് ബ്ലഡ് പ്രഷർ. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് ഫോൾസ്. So you have to correct it. ANF causes the decrease of blood pressure. അതാണ് correct answer. Next statement C. Angiotensin 1 activate adrenal cortex to release aldosterone. അത് false statement ആണ്. അവിടെ angiotensin 1 അല്ല 2 ആണ് എഴുതേണ്ടത്. So we have to rewrite angiotensin 2 activate adrenal cortex to release aldosterone. അടുത്തത് D statement ആണ്. Aldosterone causes the reabsorption of Na plus and water from the distal part of the renal tubule. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നമ്മൾ ട്രൂ എന്ന് എഴുതണം. ഇനി 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അപ്പൻഡിക്കുലാർ സ്കെലിറ്റനിലെ ചില അസ്ഥികളുടെ പേര് താഴെ കൊടുത്തിരിക്കുന്നു. അസ്ഥികളുടെ പേര് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലാവിക്കിൾ, ഹ്യൂമറസ്, ടിബിയ, പേറ്റല്ല, സ്കാപ്പുല. A. പെക്ട്രൽ ഗേർഡിലെ അസ്ഥികൾ തിരഞ്ഞെടുക്കുക. B. തുടയെല്ലിനെയും പെൽവിക് ഗേർഡിലിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന ക്യാവിറ്റിയുടെ പേരെഴുതുക. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ സ്കെലിറ്റൽ സിസ്റ്റം എന്ന ടോപ്പിക്കിൽ ഗേർഡിൽ ബോൺസ്, പെക്ട്രൽ ഗേർഡിൽ ആൻഡ് പെൽവിക് ഗേർഡിൽ എന്ന ടോപ്പിക്കിൽ ഇതിൻ്റെ ഉത്തരം കാണാം. ഇവിടെ തന്നിരിക്കുന്ന 5 ബോൺസിൽ പെക്ട്രൽ ഗേർഡിലെ അസ്ഥികളായിട്ട് വരുന്നത് ക്ലാവിക്കിളും സ്കാപ്പുലയുമാണ്. ഇഫ് യു റൈറ്റ് ദീസ് 2 വേർഡ്സ് ക്ലാവിക്കിൾ, സ്കാപ്പുല, യു വിൽ ഗെറ്റ് 1 മാർക്ക്. ബിയുടെ ആൻസർ അസെറ്റാബുലം എന്നതാണ്. ആർട്ടിക്കുലേറ്റിംഗ് ക്യാവിറ്റി ബിറ്റ്വീൻ ഫീമർ ആൻഡ് പെൽവിക് ഗേർഡിൽ ഈസ് കോൾഡ് അസെറ്റാബുലം. ഇനി 10ാമത്തെ ചോദ്യമാണ്. പാറ്റയുടെ വിവിധ അവയവങ്ങൾ താഴെ തന്നിരിക്കുന്നു. അവയുടെ ധർമ്മം തിരിച്ചറിയുക. കോമ്പൗണ്ടായി, ആർത്രോഡിയൽ മെംബ്രെയിൻ, സെമിനൽ വെസിക്കിൾ, മാൽപീജിയൻ ട്യൂബ്യൂൾസ്. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിലെ കോക്രോച്ച് എന്ന ടോപ്പിക്കിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. പാറ്റയിൽ കോമ്പൗണ്ട് ഐസ് രാത്രി കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ നോക്ടേണൽ വിഷന് സഹായിക്കുന്നു. തലയുടെ പുറംഭാഗത്താണ് സംയുക്ത നേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഓരോ കണ്ണിലും ഏതാണ്ട് 2000 ഷഡ്ഭുജാകൃതിയിലുള്ള ഒമാറ്റീഡിയകൾ കാണപ്പെടുന്നു. ധാരാളം ഒമാറ്റീഡിയകൾ ഉള്ളതുകൊണ്ട് ഒരു വസ്തുവിൻ്റെ അനേകം പ്രതിബിംബങ്ങൾ സ്വീകരിക്കാൻ പാറ്റയ്ക്ക് കഴിയും. ഇത്തരത്തിലുള്ള കാഴ്ചയെ മൊസൈക്ക് കാഴ്ച എന്ന് പറയുന്നു. ഉയർന്ന സംവേദനവും കുറഞ്ഞ വ്യക്തതയും മൊസൈക്ക് കാഴ്ചയുടെ പ്രത്യേകതയാണ്. ഇതാണ് രാത്രി കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ നോക്ടേണൽ വിഷന് സഹായിക്കുന്നത്. അടുത്തത് ആർത്രോഡിയൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ മെംബ്രെയിനെ ആർട്ടിക്കുലാർ മെംബ്രെയിൻ എന്നും പറയുന്നു. എക്സോസ്കെലിറ്റൻ ഇൻ കോക്രോച്ച് ഈസ് കോൾഡ് സ്ക്ലീറൈറ്റ്സ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ബൈ എ ഫ്ലെക്സിബിൾ ലെയർ കോൾഡ് ആർത്രോഡിയൽ മെംബ്രെയിൻ ദാറ്റ് ലാക്സ് ക്യൂട്ടിക്കിൾ സോ ദാറ്റ് ബോഡി ക്യാൻ മൂവ് ഫ്രീയലി. പാറ്റയുടെ ശരീരം മുഴുവൻ പൊതിഞ്ഞ് കൈറ്റിൻ നിർമ്മിതമായ ഒരു പുറന്തോടുണ്ട്. ഇതിനെ സ്ക്ലീറൈറ്റ് എന്ന് പറയുന്നു. സ്ക്ലീറൈറ്റുകൾ നേർത്ത് വലിയുന്ന സ്തരത്താൽ പരസ്പരം ബന്ധിതമാണ്. ഈ സ്തരമാണ് ആർത്രോഡിയൽ മെംബ്രെയിൻ. ഇതാണ് പാറ്റയുടെ ശരീരത്തിന് അയവ് നൽകുന്നത്. ഇനി കോക്രോച്ചിലെ സെമിനൽ വെസിക്കിളിൻ്റെ ഫംഗ്ഷൻ നോക്കാം. സ്പേംസ് ആർ സ്റ്റോർഡ് ഇൻ സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിൾ സെക്രീറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് സ്പേംസിനെ ഒട്ടിച്ചേർത്ത് ഒരു ബണ്ടിലാക്കി സ്പെർമാറ്റോഫോർ രൂപത്തിലാക്കി വെക്കുന്നു. ഇനി മാൽപീജിയൻ ട്യൂബ്യൂളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. എക്സ്ക്രീഷൻ ആൻഡ് ഓസ്മോ റെഗുലേഷൻ. വിസർജന അവയവമാണ് പാറ്റയുടെ. അതേസമയം തന്നെ ഓസ്മോ റെഗുലേഷനും മാൽപീജിയൻ ട്യൂബിൾ വഴിയാണ് നടത്തുന്നത്. 11th ക്വസ്റ്റ്യൻ. ചില ജീവികളുടെ അവയവങ്ങൾ താഴെ കൊടുത്തിരിക്കുന്നു. പാരാപോഡിയ, ഫ്ലെയിം സെൽസ്, പ്രൊബോസിസ് ഗ്ലാൻഡ്, കോംബ് പ്ലേറ്റ്സ്. എ. വിസർജനത്തിന് സഹായിക്കുന്ന അവയവങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക. ബി. ഈ അവയവങ്ങൾ വഹിക്കുന്ന ജീവികളും അവയുടെ ഫൈലവും എഴുതുക. ഈ ചോദ്യങ്ങളെല്ലാം വായിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും.
എല്ലാം നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, ഇത് അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് പോലെയാണ്. മാത്രമല്ല സബ് ഡിവിഷൻസ് വളരെയധികമുണ്ട്. അതുകൊണ്ട് മനസ്സിരുത്തി പല പ്രാവശ്യം വായിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം എഴുതാൻ പാടുള്ളൂ. ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വിവിധ ഫൈലങ്ങളിലെ പ്രത്യേകതയുള്ള വിസർജന അവയവങ്ങളെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇനി ആൻസർ നോക്കാം. തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഫ്ലെയിം സെൽസ് ആൻഡ് പ്രൊബോസിസ് ഗ്ലാൻസ് ആർ എക്സ്ക്രീറ്ററി ഓർഗൻസ്. Flame cells are the excretory organs of Platyhelminthes. Example, Taenia and Fasciola. Proboscis gland, phylum Hemichordata excretory organ ആണ്. Example, Balanoglossus. 12ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവ തമ്മിലുള്ള വ്യത്യാസം എഴുതുക. A. Electrical synapse and chemical synapse. B. Rods and cones. Neural control and coordination എന്ന ചാപ്റ്ററിലെ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് എന്ന ടോപ്പിക്കിൽ സിനാപ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. റോഡ്സ് ആൻഡ് കോൺസ് ഐ എന്ന് പറയുന്ന സെൻസ് ഓർഗൻ്റെ ടോപ്പിക്കിലാണ്. രണ്ടു തരം സിനാപ്സുകളുണ്ട്, വൈദ്യുത സിനാപ്സുകളും രാസീയ സിനാപ്സുകളും. വൈദ്യുത സിനാപ്സുകളിൽ സിനാപ്റ്റിക പൂർവ്വ സിനാപ്റ്റിക അനന്തര നാഡീകോശങ്ങളുടെ സ്തരങ്ങൾ വളരെ ചേർന്ന് കാണപ്പെടുന്നു. വൈദ്യുത ആവേഗങ്ങൾ ഒരു നാഡീകോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ഈ സിനാപ്സുകളിലൂടെ നേരിട്ട് പ്രവഹിക്കുന്നു. അതിനാൽ വൈദ്യുത സിനാപ്സുകളിൽ കൂടിയുള്ള ആവേഗങ്ങളുടെ പ്രേഷണം ഒരൊറ്റ ആക്സോണിലൂടെയുള്ള നാഡീയ പ്രേഷണത്തിന് സമാനമാണ്. വൈദ്യുത സിനാപ്സുകളിലെ നാഡീയ പ്രേഷണം രാസീയ സിനാപ്സുകളിലൂടെ ഉള്ളതിനേക്കാൾ വളരെ വേഗത്തിൽ നടക്കുന്നു. നമ്മുടെ ശരീരത്തിൽ വൈദ്യുത സിനാപ്സുകൾ വളരെ അപൂർവമായേ കാണപ്പെടുന്നുള്ളൂ. രാസീയ സിനാപ്സിൽ സിനാപ്റ്റിക പൂർവ്വ സിനാപ്റ്റിക അനന്തര നാഡീകോശങ്ങളുടെ സ്തരങ്ങൾ ദ്രാവകം നിറഞ്ഞ സിനാപ്റ്റിക ക്ലെഫ്റ്റ് എന്ന വിടവിനാൽ വേർപെട്ടിരിക്കുന്നു. നാഡീയ പ്രേഷകങ്ങൾ എന്നറിയപ്പെടുന്ന രാസവസ്തുക്കളുടെ സഹായത്താലാണ് ഈ സിനാപ്സുകളുടെ ആവേഗങ്ങൾ കടന്നു പോകുന്നത്. ആവേഗം ആക്സോണിൻ്റെ അഗ്രഭാഗത്തെത്തുമ്പോൾ സിനാപ്റ്റിക അറകൾ സ്തരത്തിനടുത്തേക്ക് നീങ്ങുകയും പ്ലാസ്മ സ്തരത്തോട് കൂടിച്ചേരുകയും സിനാപ്റ്റിക് വിടവിലേക്ക് നാഡീയ പ്രേഷകങ്ങളെ സ്രവിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്രവിപ്പിക്കപ്പെട്ട നാഡീയ പ്രേഷകങ്ങൾ സിനാപ്റ്റിക അനന്തര നാഡീ കോശസ്തരത്തിലെ പ്രത്യേക ഗ്രാഹികളുമായി ബന്ധിക്കപ്പെടുന്നു. 2 തരം രാസീയ സിനാപ്സുകളുണ്ട്, ഉത്തേജിത സ്വഭാവമുള്ളതോ രോധിത സ്വഭാവമുള്ളതോ, എക്സൈറ്റേറ്ററി ഓർ ഇൻഹിബിറ്ററി. ഇനി കണ്ണിലെ റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാക്കുന്നു, സ്കോട്ടോപ്പിക് വിഷൻ എന്ന് പറയും. എന്നാൽ കോൺ കോശങ്ങൾ പകൽ വെളിച്ചത്തിൽ കാണുന്നതിന് സഹായിക്കുന്നു. ഇതിന് ഫോട്ടോപ്പിക് വിഷൻ എന്ന് പറയുന്നു. റോഡ് കോശങ്ങളിൽ റോഡോപ്സിൻ അഥവാ വിഷ്വൽ പർപ്പിൾ എന്ന മാംസ്യം അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ എയിൽ നിന്ന് രൂപപ്പെടുന്ന വർണ്ണകമാണ് റോഡോപ്സിൻ. എന്നാൽ കോൺ കോശങ്ങൾ 3 തരത്തിലുണ്ട്. ചുവപ്പ്, പച്ച, നീല പ്രകാശങ്ങളാൽ ഉത്തേജിപ്പിക്കപ്പെടുന്നവയാണവ. ഈ കോൺ കോശങ്ങളും അവയിലെ വർണ്ണങ്ങളും കൂടിക്കലരുന്നതിനനുസരിച്ച് വ്യത്യസ്ത നിറങ്ങളുടെ കാഴ്ച സാധ്യമാകുന്നു. ഈ കോൺ കോശങ്ങളെല്ലാം ഒരുപോലെ ഉത്തേജിപ്പിക്കപ്പെടുമ്പോഴാണ് വെള്ള നിറം ദൃശ്യമാകുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട 2 പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടും. അടുത്ത ചോദ്യത്തിൽ ഡയഗ്രമാണ് തന്നിരിക്കുന്നത്. ഐഡൻറ്റിഫൈ ദ പിക്ചർ ആൻഡ് ലേബൽ ദ പാർട്സ് എ, ബി, സി, ഡി. കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന അവസാനത്തെ പാഠത്തിലെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന ടോപ്പിക്കിലാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് പിറ്റ്യൂട്ടറി ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഹൈപ്പോതലാമസ് എന്നതാണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ഡയഗ്രം. ഇനി ലേബലിംഗ് നോക്കാം. A. Hypothalamus, B. Posterior pituitary, C. Anterior pituitary and D. Portal circulation. Total score 2. 14ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. A. താഴെ കൊടുത്തിരിക്കുന്ന ബ്രാക്കറ്റിലെ പദങ്ങൾ ഉപയോഗിച്ച് കാർഡിയാക് ഇമ്പൾസ് കണ്ടക്ഷൻ കാണിക്കുന്ന ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കുക. ഇതിനായി തന്നിരിക്കുന്ന വാക്കുകൾ SAN, റൈറ്റ് ഏട്രിയം, AVN, AV ബണ്ടിൽ, ബണ്ടിൽ ഓഫ് ഹിസ് വെൻട്രിക്കിൾ. ബി. ഏത് ഭാഗത്തെയാണ് പേസ് മേക്കർ എന്നറിയപ്പെടുന്നത്? ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണെന്നറിയാമോ? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ.
ടോപ്പിക് ഒറിജിൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ഹാർട്ട് ബീറ്റ്. ഈ ആൻസർ നോക്കൂ. SAN, AVN, റൈറ്റ് ഏട്രിയം, AV ബണ്ടിൽ, ബണ്ടിൽ ഓഫ് ഹിസ് വെൻട്രിക്കിൾ. ഈ ഓർഡറിലാണ് ഫ്ലോ ചാർട്ട് ഉണ്ടാക്കേണ്ടത്. നൗ B, SAN, സൈനോ ഏട്രിയൽ നോഡ് ഈസ് ദ പേസ് മേക്കർ ഓഫ് ഹാർട്ട്. 2 ക്വസ്റ്റ്യൻ്റെ ഉത്തരവ് ശരിയാണെങ്കിൽ 2 മാർക്ക്. ഇനി 15 മുതൽ 18 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതമാണ് ലഭിക്കുക. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ രേഖാചിത്രം പൂർണ്ണമാക്കുക. ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസ് എന്നതിൻ്റെ രേഖാചിത്രം അല്ലെങ്കിൽ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് തന്നിരിക്കുന്നത്. അതിൽ A മുതൽ F വരെയുള്ള എല്ലാ വേർഡ്സും കറക്റ്റായി ഫിൽ ചെയ്യുക. ഇനി ഉത്തരത്തിലേക്ക് കടക്കാം. സെല്ലുലാർ ലെവൽ പോറിഫറ എന്ന് തന്നിട്ടുണ്ട്. അടുത്തത് A ആണ്. അത് ടിഷ്യൂ അല്ലെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ എന്ന് ഫിൽ ചെയ്യണം. അടുത്തതായി റേഡിയൽ എന്ന് തന്നിട്ടുണ്ട്. അത് സിമെട്രിയെ കുറിച്ചാണ്. അപ്പോൾ B എന്നുള്ളത് ബൈലാറ്ററൽ സിമെട്രിയാണ്. നെക്സ്റ്റ് കോളത്തിൽ വിത്തൗട്ട് സീലോം വിത്ത് ട്രൂ സീലോം എന്നിങ്ങനെ 2 ഹിൻസ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് C സ്യൂഡോ സീലോം അല്ലെങ്കിൽ വിത്ത് ഫോൾസ് സീലോം എന്നാണ് എഴുതേണ്ടത്. അടുത്തത് റേഡിയൽ സിമെട്രി എന്ന കോളത്തിൽ നിന്നും ഫോളോ ചെയ്യുന്ന സീലൻഡ്രേറ്റ് തന്നിട്ടുണ്ട്. മറ്റൊരു ഫൈലത്തിൻ്റെ പേരെഴുതണം. അത് ഫൈലം ടീനോഫോറ ആണ്. അടുത്തത് വിത്ത് ട്രൂ സീലോം ആയിട്ട് 4 ഫൈലങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള 2 ഫൈലങ്ങൾ ഫില്ല് ചെയ്യണം. അന്നലിഡ ആർത്രോപോഡ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ E ആണ്. അത് മൊളസ്ക. എക്കൈനോഡെർമേറ്റ തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഹെമികോഡേറ്റ F. കോഡേറ്റ തന്നിട്ടുണ്ട്. സോ E ഈസ് മൊളസ്ക, F ഈസ് ഹെമികോഡേറ്റ. കാര്യം കൂടി പറയട്ടെ. ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസിൽ എല്ലാ ഫൈലങ്ങളുടെയും പേരുകൾ ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ തന്നെ പഠിച്ചു വച്ചിരിക്കണം. പോറിഫറ മുതൽ കോഡേറ്റ വരെ. ഇനി 16ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അന്തസ്രാവി ഗ്രന്ഥികൾക്ക് പുറമേ ചില കലകൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നു. ഏത് ഭാഗമാണ് ഇവ ഉൽപ്പാദിപ്പിക്കുന്നത്? ഓരോ ധർമ്മം എഴുതുക. A കോളിസിസ്റ്റോകൈനിൻ, B ഗ്യാസ്ട്രിൻ, C സെക്രീറ്റിൻ. കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിലെ ഹോർമോൺസ് ഓഫ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റാണ് ഈ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. First we have to write cholecystokinin, gastrin and secretin are produced by gastrointestinal tract. Now we have to write function. Cholecystokinin stimulates the secretion of pancreatic enzymes from pancreas and bile juice from gallbladder. ഗ്യാസ്ട്രിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഗ്യാസ്ട്രിൻ ആക്ട്സ് ഓൺ ദ ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദ സെക്രീഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് and pepsinogen. Next is the function of secretin. Secretin acts on the exocrine part of the pancreas and stimulates the secretion of water and bicarbonate ions. ഇനി 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചേരുംപടി ചേർക്കുക. മാച്ച് ദ ഫോളോയിങ്. ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ് A എന്ന കോളത്തിലും റിയാക്ഷൻസ് B എന്ന കോളത്തിലും തന്നിട്ടുണ്ട്. അത് A കോളം അതേപടി ക്വസ്റ്റ്യൻ പേപ്പറിലെ പോലെ തന്നെ പകർത്തി എഴുതുക. അതിനുശേഷം Bയിൽ നിന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ നോക്കി A കോളവുമായി മാച്ച് ചെയ്ത് എഴുതുക. ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മാച്ച് ചെയ്യാം. ഹൈഡ്രോലൈസിസ് ഓഫ് ബോൺസ്. ലയേസസ് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്. ഓക്സിഡോറിഡക്റ്റേസ് ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻ. ഐസോമെറേസസ് ഇൻ്റർ കൺവേർഷൻ ഓഫ് മോളിക്യൂൾസ്. ലിഗേസസ് ലിങ്കിങ് ടുഗദർ ഓഫ് മോളിക്യൂൾസ്. ട്രാൻസ്ഫറേസസ് ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ്. ഒട്ടുമിക്ക എൻസൈമുകൾക്കും പേര് നൽകിയിരിക്കുന്നത് അവ കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻസിന് അനുസരിച്ചാണ്. അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് പഠിക്കാം.
6 കറക്റ്റായി മാച്ച് ചെയ്താൽ 3 മാർക്ക് ലഭിക്കും. ഇനി 18ാമത്തേതും അവസാനത്തേതുമായ ചോദ്യത്തിലേക്ക് കടക്കാം. രക്തം അമിതമായി നഷ്ടപ്പെടാതിരിക്കാൻ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് കട്ടപിടിക്കൽ. എ. പ്രവർത്തനരഹിതമായ ഫൈബ്രിനോജനെ പ്രവർത്തനക്ഷമമാക്കുന്ന എൻസൈം ഏത്? ബി. ത്രോംബോകൈനേസിൻ്റെ പങ്ക് എന്ത്? സി. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന അയോണുകൾ ഏവ? ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ചാപ്റ്ററിലെ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഉത്തരത്തിലേക്ക് കടക്കാം. ഇനാക്റ്റീവ് ഫൈബ്രിനോജനെ ആക്റ്റീവ് ഫൈബ്രിനാക്കി മാറ്റുന്നത് ത്രോംബിൻ എന്ന എൻസൈമാണ്. സോ ആൻസർ എ ഈസ് ത്രോംബിൻ. അടുത്തത് ബി ആണ്. ഇനാക്റ്റീവ് പ്രോത്രോംബിനെ ആക്റ്റീവ് ത്രോംബിനാക്കി മാറ്റുന്ന എൻസൈം ത്രോംബോകൈനേസ് ആണ്. ത്രോംബോകൈനേസിൻ്റെ ഫംഗ്ഷൻ മനസ്സിലായില്ലേ? ലാസ്റ്റ് വൺ ഈസ് സി. വിച്ച് അയോൺ ഈസ് നെസസറി ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്? കാൽസ്യം അയോണിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കൂ. സോ ദ ആൻസർ ഈസ് കാൽസ്യം അയോൺ. 3 ആൻസർ ശരിയാണെങ്കിൽ 3 മാർക്ക്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സുനൂസ് ബയോസ് വീഡിയോ. Thank you for watching this video.